കുറ്റാരോപിതൻ കോടതി ശിക്ഷിക്കപ്പെടുന്നവരെ വെറും കുറ്റാരോപിതൻ മാത്രമാണ്. പ്രതി എന്ന് വിളിക്കാൻ പോലും നമുക്ക് അധികാരമില്ല എന്നൊക്കെയാണ് നിയമവശം. എങ്കിലും കുറ്റാരോപിതൻ ഒരു MLA ആയിരിക്കുക, ഇയാൾ ചെയ്ത കുറ്റം 3 സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അതുപോലെ തന്നെ അവർ ഗർഭിണികളാകുമ്പോൾ അവരെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് പ്രേരിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ കുറ്റാരോപിതൻ ചെയ്ത കുറ്റങ്ങൾ. ഇതൊക്കെയാണ് ഇയാൾക്ക് നേരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. അങ്ങനെ അയാൾ കുറച്ചു ദിവസം വിചാരണ തടവുകാരനായി ജയിലിലൊക്കെ കിടന്നു. തിരിച്ച് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ വരികയും ചെയ്തു. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പരിശുദ്ധനാണ്. എന്നെ ഈ 3 സ്ത്രീകളും, എനിക്കെതിരെ പരാതി പറഞ്ഞ 3 സ്ത്രീകളും, ആദ്യം ആരോപണം ഉന്നയിച്ച ആ സ്ത്രീകളൊക്കെ എനിക്ക് അയച്ച വാട്സപ്പ് ചാറ്റുകളും വാട്സപ്പിൽ അയച്ച വീഡിയോ കോളുകളും അതുപോലെ തന്നെ ഈ ഓഡിയോ റെക്കോർഡുകളും ഒക്കെ എൻ്റെ കൈവശമുണ്ട്. ഇതൊക്കെ കേട്ട് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനൊരു നിരപരാധിയാണ്. എന്നെ ഇവർ ഇരയാക്കുകയായിരുന്നു, എന്നെ ഒരു വിഗോള പോലെ ആക്കുകയായിരുന്നു എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ ആ അഭിമുഖം കാണുമ്പോൾ ഇതൊരു പരിശുദ്ധാത്മാവാണെന്നും ഇയാളെ ആണല്ലോ ഞങ്ങൾ ഇത്രയും കാലം കല്ലെറിഞ്ഞത്, ഇയാളെ ആണല്ലോ മോശക്കാരനാണെന്ന് പറഞ്ഞത് എന്ന് പൊതുസമൂഹം ചിന്തിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ട് ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ഒരു കത്ത് ആ ചാനൽ മേധാവിക്ക് അയച്ചതായാണ് ഇപ്പോൾ ട്രോളുകൾ വരുന്നത്. കാരണം അയാളെയും കൂടി ഒന്ന് വെളുപ്പിച്ചെടുക്കണമെന്നാണ് അയാളുടെ ആവശ്യം. അത് എന്തോ ആയിക്കോട്ടെ, ഈ ട്രോളുകൾ ഇങ്ങനെ നിറയുമ്പോൾ ആത്മവിമർശനത്തിന് മാധ്യമങ്ങൾ തയ്യാറാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു അഭിമുഖത്തോടു കൂടി കുറെ ആളുകളുടെ മനസ്സുകളിലെങ്കിലും പരിശുദ്ധ ആത്മാവായും വിശുദ്ധനായും തീർന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതേ അവസരം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹപ്രവർത്തകയും കോൺഗ്രസ് അനുഭാവിയും ഒക്കെ ആയിരുന്ന ഒരു യുവതി വളരെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ അവര് വിളിച്ച് പറഞ്ഞു. അവരാദ്യമേ തന്നെ ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു, ഈ പെൺകുട്ടികൾ KSUയിലേക്കും യൂത്ത് കോൺഗ്രസിലേക്കും ഒക്കെ വരണമെങ്കിൽ ഇമാതിരിയുള്ള കോഴികളെ ഈ സ്ഥാനത്ത് മേൽഘടകങ്ങളിലൊന്നും പിടിച്ചിരുത്തരുത്, സ്ഥാനങ്ങളിലൊന്നും പിടിച്ചിരുത്തരുത് എന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഷാഫി പറമ്പിൽ അത് മുഖവിലേക്ക് എടുത്തില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ സ്വാതന്ത്ര്യവും എടുത്ത് അയാളെ അങ്ങ് വളർത്തിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാ യുവതി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കുറ്റാരോപിതന്റെ കുറ്റവാസന എന്ന് പറയുന്നത് ഇൻബോണാണ്. അയാൾ ചെയ്യുന്നത് ഒരു സ്ത്രീ എന്താണ് അർഹിക്കുന്നത്, ഒരു സ്ത്രീക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യമറിഞ്ഞ് അവിടെ ഇടപെടാനും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമറിഞ്ഞ് അവിടെ ഇടപെടാനും അവരെ വശീകരിക്കാനും ഒരു ട്രോമയിലാക്കാനും ഒക്കെയുള്ള പ്രത്യേക കഴിവ് രാഹുലിനുണ്ട് എന്നാണ്. ഈ പറയുന്ന സ്ത്രീ അല്പസ്വല്പം എഴുതുന്ന എഴുത്തുകാരിയൊക്കെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആ അവകാശവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരോട് പറഞ്ഞത് നമുക്കൊരു സാഹിത്യ സെമിനാർ സംഘടിപ്പിക്കണം. അപ്പോൾ എഴുത്തുകാരികളൊക്കെ ആകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, വലിയ നേതാവ്, ഇനി ഭാവിയിൽ മന്ത്രിയൊക്കെ ആകാനുള്ള ആള്, അദ്ദേഹം എന്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചെന്ന് ചാടിക്കൊടുക്കാം. അപ്പോ ഈ പറഞ്ഞ യുവതിക്ക് ആദ്യമേ തന്നെ മനസ്സിലായി ഇവനൊരു പൂവൻകോഴിയാണെന്നും ഇവൻ വാല് പോക്കുന്നത് എന്തിനാണെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവര് ഒരു കൃത്യമായ അകലത്തിൽ തന്നെ ഇവനെ നിർത്തിയിരുന്നത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. മറ്റ് പല സ്ത്രീകളും സമാനമായ കേസുകളാണല്ല, എല്ലാം അവരുടെ കുടുംബ പ്രശ്നം, അത് പരിഹരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ആദ്യം ഇടപെടുന്നു. പിന്നീട് അവരെ സോപ്പിട്ട് വശീകരിച്ച് അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇയാൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തോ അവരെ എത്തിക്കുന്നു. എന്നിട്ട് അവരുമായി ശാരീരിക വീഴ്ചയിൽ ഏർപ്പെടുന്നു. പിന്നെ അവർ വിവാഹം കഴിക്കാൻ എളുപ്പം, ഗർഭിണിയായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് നിന്റെ വീട്ടുകാർ സമ്മതിക്കും, അതുപോലെ എനിക്കും പ്രയാസമില്ല, അതുകൊണ്ട് ഗർഭിണിയാകണം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരേ സമയം ഒരേ കാലഘട്ടത്തിൽ 3 പേരെ പരസ്പരം അറിയാതെ 3 പേരെ ഗർഭിണിയാക്കുകയും എന്നിട്ട് ഒടുവിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുകയും അവരെയൊക്കെ ഇരകളാക്കുകയും ചെയ്യുന്ന രീതി, ഇത് ആണ് ഒരു സൈക്കോപാത്തിന്റെ രീതിയിൽ നടന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഇപ്പോ അയാൾ ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ആ സ്ത്രീയോട് എന്ത് സംസാരിച്ചു, ആ സ്ത്രീ തിരികെ എന്ത് സംസാരിച്ചു എന്നൊക്കെ പറയുന്നത് അവരുടെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതൊരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ സ്ഥാപനമോ എടുത്ത് അലക്കി തെച്ച് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. അവരാ സാഹചര്യത്തിൽ സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തെ ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്, ഇയാൾ അതിനെ മുതലെടുത്തിട്ട് അവരുടെ ശരീരത്തെ ആവശ്യപ്പെടുകയാണ്, അവരുടെ ഗർഭപാത്രത്തെ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഗർഭപാത്രത്തിൽ ശിശു കാലിട്ടടിക്കാനൊക്കെ തുടങ്ങുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇയാൾ ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് ഇയാളുടെ ക്രൂരത സമൂഹം തിരിച്ചറിയുന്നത്. അതാണ് നിയമപ്രശ്നം.
അല്ലാതെ അയാൾക്ക് ഒരു ലേഡി ചാറ്റ് ചെയ്തു, ഇയാൾ അവിവാഹിതനാണ്, എത്ര ലേഡികളുടെ കൂടെ വേണമെങ്കിലും പോകാം, പക്ഷെ ഇയാള് അവരുടെ ഇഷ്ടത്തോടു കൂടി ഉഭയസമ്മത പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പോലും അത് കുഴപ്പമില്ല. പക്ഷെ എങ്കിലും നിലനിൽക്കുന്ന ഒരു വലിയ കുറ്റം ഇയാൾ ചെയ്തിട്ടുണ്ട്. ഗർഭഛിദ്രം എന്ന് പറയുന്ന, ഗർഭഛിദ്രം പ്രേരിപ്പിക്കൽ, അതിന് മരുന്ന് കൊടുത്തുവിടൽ എന്നൊക്കെ പറയുന്ന വലിയ കുറ്റം. ആ കുറ്റം ചെയ്തെടുത്തോളം കാലം അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതുവരെ ഇയാളെ വെള്ള പൂശുന്നതൊക്കെ വളരെ മോശം ഏർപ്പാടാണെന്നാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ട്രോളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്.